ലൂലുവിൽ നിന്ന് ബോബി വീരിൻ്റെ ബീഫ് ഞാനും മേടിച്ചു. ഇത് ബോൺലെസ് ആണ്. അധികം ഐസ് പോകുന്നതിന് മുന്നേ ഇത് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബർ പോലെയാകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ജീരകം ചതച്ചെടുക്കണം. മട്ടണും ബീഫും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് ഉപ്പും ചേർത്ത് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊണ്ടുവരാം. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മീറ്റ് മസാല. പൊടികൾ മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വാടി വന്നതിന് ശേഷം ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് 3 വിസിൽ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ വേവിക്കാം. ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 വിസിലും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 4 വിസിലാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ബീഫിൻ്റെ വേറെ തന്നെ ടേസ്റ്റ് ഉണ്ട്. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ, കുറച്ച് ഉപ്പ്, പഞ്ചസാര, വെള്ളം എല്ലാം നല്ലോണം ഇങ്ങനെ ബീറ്റ് ചെയ്തണം. പഴംപൊരി നല്ല ഫ്ലഫി ആയി വരണമെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്താൽ മതി. കട്ട് ചെയ്ത പഴം മാവിൽ മുക്കി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും എള്ളും ചേർത്തിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ബീഫും ബീഫ് കറിയും നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ. സോഫ്റ്റ് പഴംപൊരിയും ബീഫ് കറിയും ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി കോമ്പിനേഷൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.